important records to be maintained in schools. ഒരു പ്രധാന അധ്യാപകനായി വലിയ ടെൻഷനൊന്നുമില്ലാതെ സ്കൂൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഏറ്റവും പ്രധാനം അവിടുത്തെ റെക്കോർഡുകൾ പൂർണ്ണമാവുക എന്നുള്ളതാണ്. ഏതൊരു വിദ്യാഭ്യാസ ഓഫീസർ വന്ന് നമ്മുടെ സ്കൂളിലെ റെക്കോർഡ് പരിശോധിക്കുമ്പോൾ ആ റെക്കോർഡുകളൊക്കെ കൃത്യമായി ഉണ്ട് എന്ന് ഒന്നാമത്തെ വിസിറ്റിൽ തന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ പിന്നെ അടുത്തൊരു പ്രത്യേകത, ആ ഓഫീസർ പിന്നെ ആ സ്കൂളിൽ ഇല്ല എന്നുള്ള. മറ്റൊരാൾ മാറി വരുമ്പോ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്കൂൾ വന്ന റെക്കോർഡുകളൊക്കെ പരിശോധിച്ചപ്പോൾ അത് അപ്ഡേറ്റ് ആണ്, വളരെ വൃത്തിയിലും ഭംഗിയിലുമാണ് സൂക്ഷിച്ചിട്ടുള്ളത് എന്ന് കണ്ടാൽ ഹെഡ് മാസ്റ്റർ എന്നുള്ള നിങ്ങളുടെ ബാധ്യത പകുതി നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അത്ര പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് റെക്കോർഡുകൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും വിദ്യാഭ്യാസ ഓഫീസർമാർ സ്കൂൾ സന്ദർശിച്ചു കഴിഞ്ഞ് അതിൻ്റെ ഒരു റിസൾട്ട് അവലോകനം ചെയ്യുമ്പോൾ സർവീസ് ബുക്ക് ഉൾപ്പെടെയുള്ള മുഴുവൻ റെക്കോർഡുകളും അവരുടെ ഭാഷയെ പറഞ്ഞാൽ കുളമാണെന്നുള്ളതാണ്. മൊത്തം കുളമായി കിടക്കുകയാണ്. അപ്പൊ അതിനൊരു അടുക്കും ചിട്ടയും വരുത്തുക. റിട്ടയർ ചെയ്തു പോകുമ്പോൾ നമ്മുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുക. ഏതൊരു ഓഫീസർ വന്ന് പരിശോധിച്ചാലും അദ്ദേഹത്തിന്റെ മുന്നിൽ തല ഉയർത്തി നിന്ന് ഈ റെക്കോർഡുകൾ കാണിച്ചു കൊടുക്കാൻ കഴിയുക. ഇതൊക്കെയാണ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഏതെല്ലാം റെക്കോർഡുകളാണ് ഒരു വിദ്യാലയത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ചിലതെല്ലാം വളരെ നിർബന്ധപൂർവം ഉണ്ടാവണം, ചിലതെല്ലാം നമ്മുടെ അഡ്മിനിസ്ട്രേഷന് സൗകര്യപ്രദമാവുന്ന റെക്കോർഡുകളാണ്, ചിലത് നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് തോന്നുകയാണെങ്കിൽ ഒഴിവാക്കാം. എന്തായാലും ഒരു ചർച്ചയിലൂടെ നമുക്ക് ഈ ലിസ്റ്റിനെ വിപുലീകരിക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫിനാൻഷ്യൽ റെക്കോർഡുകളാണ്. ആദ്യം സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ഏത് റെക്കോർഡിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എന്നും അപ്ഡേറ്റ് ചെയ്ത് കൃത്യമാക്കി വെക്കാൻ ഓരോ പ്രധാന അധ്യാപകരും, നിങ്ങൾ പ്രധാന അധ്യാപകരായി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫിനാൻഷ്യൽ ഇടപാടുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളൊക്കെ കറക്റ്റ് ആവണം. ഇനി ചില റെക്കോർഡുകളൊന്നും ഈ ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത മറ്റു റെക്കോർഡുകളൊന്നും കറക്റ്റ് അല്ല, ഒരു കുഴപ്പമില്ല. ഓഫീസർമാർ വന്നിട്ട് നിങ്ങളോട് എന്താ പറയൂ, അത് റെഡിയാക്കിയിട്ട് എന്നെ ഒന്ന് അറിയിക്കണം എന്ന് പറയും, അല്ലെങ്കിൽ അത് റെഡിയാക്കി ഓഫീസിൽ ഒന്ന് കൊണ്ടുവന്ന് ഹാജരാക്കണം എന്നൊക്കെ പറഞ്ഞേക്കാം. അല്ലാതെ നിങ്ങളുടെ പേരിൽ നടപടിയൊന്നും എടുക്കാൻ അവർക്ക് കഴിയില്ല. എന്നാൽ ഫിനാൻഷ്യൽ റെക്കോർഡുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അത് കൃത്യമായി സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നിങ്ങളുടെ പേരിൽ നടപടി എടുക്കാവുന്ന തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചയായി അതിനെ കണക്കാക്കും. അതുകൊണ്ട് ഫിനാൻഷ്യൽ റെക്കോർഡുകൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. ഏതൊക്കെ? ഓഫീസ് കോപ്പി ഓഫ് പേ ബിൽ. നമ്മൾ ഏത് ശമ്പള ബില്ല് സ്പാർക്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഓഫീസ് കോപ്പി നിർബന്ധമായും വെച്ചിരിക്കണം. അതൊന്നുകിൽ നിങ്ങൾക്ക് ബൈൻഡ് ചെയ്ത് പുസ്തക രൂപത്തിലുള്ള നേരത്തെയുള്ള ബില്ലോസി തന്നെ ഇപ്പോഴും എഴുതി തന്നെ തുടരാം. അതല്ലെങ്കിൽ സ്പാർക്കിൽ നിന്നുള്ള ഒരു ബില്ല് ഒരു കോപ്പി അധികം എടുത്ത് നമ്മുടെ ഓഫീസിൽ കൃത്യമായി സൂക്ഷിച്ചു വെക്കാം. രണ്ടാമത്തത് അക്വിറ്റൻസ് രജിസ്റ്റർ, ക്യാഷ് ബുക്ക്. അക്വിറ്റൻസ് രജിസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ 2016 അക്വിറ്റൻസ് രജിസ്റ്റർ വേണ്ട എന്ന് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിലെങ്കിലും അക്വിറ്റൻസ് രജിസ്റ്റർ വെച്ച് വരാറുണ്ട്. ചില ഓഫീസർമാർ അക്വിറ്റൻസ് രജിസ്റ്റർ കാണിക്കാൻ വേണ്ടി പറയാറുണ്ട്. പക്ഷെ ഇന്ന് അക്വിറ്റൻസ് രജിസ്റ്റർ സ്പാർക്ക് മുഖേന ശമ്പളം വിതരണം ചെയ്യുന്ന കേസിൽ വെക്കേണ്ടതില്ല. ചില സ്കൂളുകളിലെങ്കിലും അത് സൂക്ഷിക്കുന്നുണ്ട്,
സൂക്ഷിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ക്യാഷ് ബുക്ക് വളരെ നിർബന്ധമായി എന്നൊക്കെ സാമ്പത്തിക ഇടപാട് നടത്തുന്നുവോ അന്നൊക്കെ ക്യാഷ് ബുക്ക് നിർബന്ധമായും രേഖപ്പെടുത്തിയിരിക്കണം. 3 പ്രധാനപ്പെട്ട റെക്കോർഡുകളാണ് ഇത്. അതുപോലെ തന്നെ KSEPF ഡിഡക്ഷൻ രജിസ്റ്റർ, അതുപോലെ KSEPF അഡ്വാൻസ് രജിസ്റ്റർ. FBS ഇന്ന് മിക്കവാറും എല്ലാ സ്കൂളിലും എടുക്കപ്പെട്ടു പോയിട്ടുണ്ടാവും. സ്പീഡ് കുറയ്ക്കോ? എഴുതാൻ പറ്റില്ല. ഈ ലിസ്റ്റ് ഞാൻ തന്നാ പോരെ? മതി എന്നാ കുഴപ്പമില്ല, കേട്ടാ മതി. FBS ബ്രോഡ്ഷീറ്റ്, SLI രജിസ്റ്റർ, GIS രജിസ്റ്റർ, രജിസ്റ്റർ ഓഫ് അഡ്വാൻസസ്, ഓണം അഡ്വാൻസസ് തുടങ്ങി ഏതൊക്കെ അഡ്വാൻസ് വാങ്ങുന്നോ അതർ ദാൻ PF അഡ്വാൻസ് അല്ലാത്ത മറ്റെന്തെങ്കിലും അഡ്വാൻസുകൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ടുന്ന രജിസ്റ്റർ. ഇൻക്രിമെന്റ് രജിസ്റ്റർ, രജിസ്റ്റർ ഓഫ് ചലാൻ ആൻഡ് ചലാൻ ഫയൽ, രജിസ്റ്റർ ഷോയിങ് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് നിലവിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ട്രഷറി ബിൽ ബുക്ക്, രജിസ്റ്റർ ഓഫ് വാല്യുബിൾ ഓർ ചെക്സ്. ഇത്രയും റെക്കോർഡുകളാണ് നമുക്ക് ഫിനാൻഷ്യൽ ഇടപാടുമായി സൂക്ഷിക്കേണ്ടത്. ഒരു സ്കൂളിന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് സൂക്ഷിക്കേണ്ടുന്നവ: ഒന്ന്, ഓഫീസ് കോപ്പി ഓഫ് പേ ബിൽ. സംശയമില്ലല്ലോ, വേണ്ടേ? അക്വിറ്റൻസ് രജിസ്റ്റർ ഓപ്ഷനിലാണ്, വെക്കാതിരിക്കാം, വെച്ചാൽ കുഴപ്പമില്ല. ക്യാഷ് ബുക്ക്, ഏതിനെ കുറിച്ചെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം. ക്യാഷ് ബുക്ക്, KSEPF ഡിഡക്ഷൻ രജിസ്റ്റർ, KSEPF അഡ്വാൻസ് രജിസ്റ്റർ, FBS ബ്രോഡ്ഷീറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി അഥവാ നേരത്തെ FBS ഉള്ളവരുണ്ടെങ്കിൽ അവരുടെ രജിസ്റ്ററുകൾ ഭദ്രമായി സൂക്ഷിച്ചു വെക്കണം. SLI രജിസ്റ്റേഴ്സ്, GIS രജിസ്റ്റർ, രജിസ്റ്റർ ഓഫ് അഡ്വാൻസ്, ഓണം അഡ്വാൻസസ് എക്സെട്ര, ഇൻക്രിമെന്റ് രജിസ്റ്റർ, രജിസ്റ്റർ ഓഫ് ചലാൻ ആൻഡ് ചലാൻ ഫയൽ, രജിസ്റ്റർ ഷോയിങ് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, ട്രഷറി ബിൽ ബുക്ക്, രജിസ്റ്റർ ഓഫ് വാല്യുബിൾ ഓർ ചെക്സ്. ഇത്രയും റെക്കോർഡുകളാണ് ഫിനാൻഷ്യൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്ഥാപനത്തിൽ സൂക്ഷിക്കേണ്ടുന്നവ. ഇതിലേതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിലേതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? നോൺ മീൽ രജിസ്റ്റർ അക്കൗണ്ട് ബുക്ക് ഇല്ലേ? നോൺ മീലുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം പറയും. GPIS-ന്റെ ഇതിൽ വിട്ടുപോയത് ഒരെണ്ണം GPIS അല്ലേ? ആരെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. വിട്ടുപോയത് GPIS. ആരെങ്കിലും ഒരാൾ നോട്ട് ചെയ്ത് വെക്കും. ശരി, അത് കൂട്ടിച്ചേർക്കണം. GPIAS അത് ഒരെണ്ണം വേണം. പിന്നെ ഏതാണ്? AIS ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് സ്കീം, GPAIS. യെസ്. ശരി, വേറെ എന്തെങ്കിലും? സാറേ, മെഡിസപ്പിന് വേണ്ടതുണ്ടോ? മെഡിസപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ ഡിഡക്ഷൻ നടത്താറുണ്ട്, അത് വേണം. അതൊന്ന് നോട്ട് ചെയ്യൂ. ആ ലിസ്റ്റ് ഒന്നും കൂടെ വിപുലപ്പെടുത്തി നിങ്ങൾക്ക് തരാം. യൂണിഫോം സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ സ്കൂളിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമായിട്ടുള്ളതല്ല. അത് നമ്മൾ എവിടെ വരുന്നുണ്ട്? കുട്ടികളുമായി ബന്ധപ്പെട്ട അതിൽ വരുന്നുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും? സ്പെഷ്യൽ ഫീയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും? അത് പറയാം, അത് സ്പെഷ്യൽ ഫീസ് പറയാം. ശരി, ഇനി ഏതെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം.
സ്റ്റാമ്പിന്റെ എന്തിലാണ് സാർ? അത് പറ, അത് ജനറൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അത് പറയുന്നത്. കേട്ടില്ല. അതും ഡയറക്റ്റായിട്ട് നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ടതല്ല, അത് വേറെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേണോ സാറേ? LIC സെപ്പറേറ്റ് വേണം. അത് ഫീസിന്റെ അല്ലേ? അത് ഇതിൽ വരുന്നതല്ല സാറേ. LIC ഡിഡക്ഷൻ ഉണ്ടെങ്കിലോ? LIC ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ LIC ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ വേണം. ശമ്പള ബില്ലിൽ ഏതൊക്കെ തരത്തിൽ ഡിഡക്ഷൻ നമ്മൾ നടത്തുന്നുണ്ടോ അപ്പോഴൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒരു രജിസ്റ്ററും വേണം. ഇൻകം ടാക്സിന്റെ ആണോ? അത് വേറുണ്ട്. ഇനി അടുത്തത് സ്കൂൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട മറ്റൊരു ഐറ്റം ഓഫ് രജിസ്റ്റേഴ്സ് പ്യൂപ്പിൾസ് റിലേറ്റഡ് രജിസ്റ്റേഴ്സ് ആണ്. കുട്ടികളുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ. ഒന്ന് അഡ്മിഷൻ രജിസ്റ്റർ വേണം, ആപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ, പ്യൂപ്പിൾ അറ്റൻഡൻസ് രജിസ്റ്റർ. ശ്രദ്ധിച്ച് നോക്കണം, ഏതൊക്കെ വിട്ടുപോകുന്നു അത് നമുക്ക് കൂട്ടിച്ചേർക്കണം. രജിസ്റ്റർ ഓഫ് SC, ST, OEC pupils and OBCs. Application for TC counterfoils, removal register, issue register of library books, breakage register, register showing accounts of flag and seals, register of scholarship, acquittance of free supply of textbook, lump sum grant register, register of private study pupils, file for private study pupils, mark register, file for promotion list, register of melas, register of LSS USS, register of Vidyarangam Kala Sahitya Vedi, register of linguistic minorities, progress card, consolidated attendance register, free supply of uniforms, register showing readmitted pupils, register for club activities, punishment register pupils, register of differently abled pupils. ഇത്രയാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ. ഇനി നമുക്ക് ആലോചിക്കേണ്ടത് ഇതിൽ ഏതെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ? സ്ക്രീൻ ഷെയർ ചെയ്യണ്ടോ സാർ? സ്ക്രീൻ ഷെയർ ചെയ്യണ്ടോ? ടെക്സ്റ്റ് ബുക്ക് സ്ക്രീൻ ഷെയർ ആകുന്നില്ല. അയ്യോ, എന്നിട്ട് നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്യാതെ എന്താ പറയാതിരുന്നത്? സാറ് ഇതിൽ ഇടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊന്നും എഴുതിയിട്ടില്ല. അത് എഴുതണ്ട, അത് തരും, അതെന്തായാലും തരും. പക്ഷെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണായിരുന്നല്ലോ. സ്ക്രീൻ ചെയ്തിട്ടില്ല, ഷെയർ ചെയ്തില്ല. ഇപ്പോട്ടോ? ഇപ്പൊ പ്രസന്റിങ് വന്നിട്ടുണ്ട്. Pupils related. Okay. Admission register, application for admission, pupils attendance register, register of SC, ST, OEC and OBCs, application for TC counterfoil, removal register, issue register of library books, breakage register, register showing accounts of flag and seals, register of scholarship, acquittance of free supply of textbook, lump sum grant register, register of private study pupils, file for private study pupils, mark register, file for promotion list, register of melas, register of LSS USS, register of Vidyarangam Kala Sahitya Vedi,
register of linguistic minorities, progress card, consolidated attendance register, free supply of uniforms, register showing readmitted pupils, register for club activities, punishment register pupil, register of differently abled pupils. ഇത്രയാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ. സർ ഫസ്റ്റ് Promotion കാണിക്കോ? ഫസ്റ്റ് സാർ കാണിച്ചില്ലായിരുന്നോ? ആ. ഫിനാൻഷ്യൽ റിലേറ്റഡ് അതും കൂടെ ഒന്ന് സ്ക്രീൻ ഷെയറിൽ കാണിക്കോ? കാണിക്കാം, അവസാനം കാണിക്കാം ഒരിക്കൽ കൂടെ. ടീച്ചർ എന്താ ചോദിച്ചത്? പ്രൊമോഷൻ ലിസ്റ്റ് ഉണ്ടല്ലോ, പ്രൊമോഷൻ ലിസ്റ്റ് ഉണ്ടല്ലോ. ഫ്രീ ടെക്സ്റ്റ് ബുക്ക് ഇല്ല സർ? ഉണ്ട്, ഫ്രീ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ട്. റൈസ് ഉണ്ടോ സർ? ഫ്രീ സപ്ലൈ ഓഫ് റൈസ്, അരി വിതരണം. അത് ന്യൂൺ ഫീഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട വരുന്നുണ്ട്. ഓ ശരി സർ. സർ രജിസ്റ്റർ ഓഫ് വിദ്യാരംഗം അത് ക്ലബ് ആക്ടിവിറ്റീസിൽ വരൂലേ? ക്ലബ് മതി, ക്ലബ് ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തിയാൽ മതി. അത് വേണമെങ്കിൽ നമുക്കൊരു ഒരു ഫയൽ കുറയ്ക്കാം. അപ്പൊ ഇതില് നിങ്ങൾ വിചാരിക്കേണ്ട ഇത്രയും രജിസ്റ്റേഴ്സ് എങ്ങനെ സൂക്ഷിക്കും എന്നുള്ളത്, ഇതിലെല്ലാം നിർബന്ധപൂർവം ആവശ്യമുള്ളതല്ല. എന്നാൽ ചിലതൊക്കെ നിർബന്ധമായിട്ടും വേണം. ചിലതൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അഡ്മിഷൻ രജിസ്റ്റർ വേണം, ആപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ നിർബന്ധമാണ്, പ്യൂപ്പിൾസ് അറ്റൻഡ് രജിസ്റ്റർ നിർബന്ധമാണ്, ഈ രജിസ്റ്റർ ഓഫ് SC ST OEC പ്യൂപ്പിൾസ് ആൻഡ് OBC അത് ഇടയ്ക്കിടെ വിവിധ ഓഫീസുകളിൽ നിന്ന് വിവിധ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളുടെ ലിസ്റ്റ് ചോദിക്കും. അപ്പൊ നമ്മൾ എല്ലാ ഡിവിഷനിലും പോയിട്ട് ഇത് കളക്ട് ചെയ്യുന്നതിന് പകരം ഒരു പ്രാവശ്യം ഓരോ ക്ലാസ് ടീച്ചറും അവരുടെ ക്ലാസ്സിലുള്ള SC കുട്ടികളുടെ, ST കുട്ടികളുടെ, OEC കുട്ടികളുടെ, OBC കുട്ടികളുടെ പേര് ഒരു രജിസ്റ്ററിൽ ക്ലാസ് തിരിച്ചു തന്നാൽ നമുക്ക് വളരെ എളുപ്പമുണ്ട്. ഇത് ഒരു HM രേഖപ്പെടുത്തേണ്ടതില്ല. ഓരോ ടീച്ചേഴ്സിനും ഒരു ബുക്കില് അതിന് ഓരോ കൺസേൺഡ് ഡിവിഷനും ഓരോ പേജ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ക്ലാസ് ടീച്ചർ എഴുതിത്തരും. ആപ്ലിക്കേഷൻ ഫോർ TC, അതുപോലെ തന്നെ TCയുടെ കൗണ്ടർ ഫോയിൽ, റിമൂവൽ രജിസ്റ്റർ, ഇതെല്ലാം നിർബന്ധമാണ്. നിർബന്ധമാണ്. പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട 15 ബുക്ക് കൂടി ഇല്ലേ? അതുണ്ടാവുന്നുണ്ട്, അത് വേറെ ഉണ്ട്. ഇഷ്യൂ രജിസ്റ്റർ ഓഫ് ലൈബ്രറി ബുക്സ്, ബ്രേക്കേജ് രജിസ്റ്റർ, രജിസ്റ്റർ ഷോയിങ് അക്കൗണ്ട് ഓഫ് ഫാക്സ് ആൻഡ് സീൽസ്. എന്താ സാറേ ബ്രേക്കേജ് രജിസ്റ്റർ പറഞ്ഞാല്? വിവിധ സാധനങ്ങള് ഉപയോഗശൂന്യമായി പോവുകയും പൊട്ടിപ്പോവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ സ്റ്റോക്ക് രജിസ്റ്ററിലുള്ളതല്ലേ? പൊട്ടി നാശായാലൊക്കെ അതിലെഴുതുക. അതെ അതെ, യെസ്. രജിസ്റ്റർ ഓഫ് സ്കോളർഷിപ്പ്, അക്വിറ്റൻസ് ഓഫ് ഫ്രീ ടെക്സ്റ്റ് ബുക്ക്, പ്രൈവറ്റ് സ്റ്റഡി പീപ്പിൾ. സാറേ ന്യൂസ് പേപ്പറും സ്ക്രാപ്പും ഒക്കെ വിറ്റ എഴുതാം. അത് വേറെ ഉണ്ട്. പ്രൈവറ്റ് സ്റ്റഡി പീപ്പിൾ, മാർക്ക് രജിസ്റ്റർ, ഫയൽ ഫോർ പ്രൊമോഷൻ ലിസ്റ്റ്, രജിസ്റ്റർ ഓഫ് മേളാസ്. രജിസ്റ്റർ ഓഫ് മേളാസ് ആ രജിസ്റ്റർ നമ്മൾ സൂക്ഷിക്കണം നിർബന്ധമൊന്നുമില്ല. നേരത്തെ പറഞ്ഞൊക്കെ നിർബന്ധമാണ്. രജിസ്റ്റർ ഓഫ് മേളാസ് എന്നുള്ളത് നമുക്കിപ്പോൾ ഒരു വാർഷികാഘോഷം നടത്തണം, അതല്ലെങ്കിൽ സ്കൂളിലെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ സ്കൂളിന്റെ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കണം. അപ്പോൾ ഈ പ്രാവശ്യത്തെ കലാമേളയിൽ സംസ്ഥാന ലെവലിൽ പങ്കെടുത്തവർ, ജില്ലാ ലെവലിൽ പങ്കെടുത്തവർ, അതുപോലെ സബ് ജില്ലാ ലെവലിൽ പങ്കെടുത്തവർ, ഇവരുടെ ഒരു ലിസ്റ്റ് അതിന്റെ ചുമതലയുള്ള ടീച്ചറെ കൊണ്ട് ഓരോ ഐറ്റത്തിനും ചുമതല ഉണ്ടാകുമല്ലോ സ്കൂളിൽ ഓരോ ടീച്ചേഴ്സിനും. ആ പ്രാവശ്യത്തെ വിവിധ മേളയിൽ പങ്കെടുത്തവരും അതിൽ ആരൊക്കെയാണ് പ്രൈസ് നേടിയത്, അവരെ അതിന്റെ തൊട്ടു മേലെയുള്ള മേളയിൽ പങ്കെടുത്തത്, അതിന്റെ ഒരു ലിസ്റ്റ് അത് HM തയ്യാറാക്കണം എന്നില്ല. അതിന്റെ ചുമതലക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു കൊടുത്ത് ഏൽപ്പിക്കുക എന്നുള്ളൊരു പണി മാത്രമേ HM ചെയ്യേണ്ടതുള്ളൂ. ഉണ്ടായാൽ നല്ലതല്ലേ? രജിസ്റ്റർ ഓഫ് മേളാസ് ഇത് എവിടെയും വെക്കണം എന്നൊന്നും പറഞ്ഞതല്ല, പക്ഷേ ഉണ്ടായാൽ നല്ലതല്ലേ?
സാറേ ഈ മാർക്ക് രജിസ്റ്റർ അത് ക്ലാസ് ടീച്ചേഴ്സിന്റെ കയ്യിലുള്ളത് പോരെ, അത് ഓഫീസിൽ വേറെ വെക്കണോ? പിന്നെ ഇത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് KER അനുസരിച്ച് നിർബന്ധപൂർവം വേണ്ട ഒരു രജിസ്റ്ററാണ് മാർക്ക് രജിസ്റ്റർ. ഇന്ന് അതിന്റെ ഒരു പ്രസക്തി, കാരണം 8ാം ക്ലാസ് വരെ പിന്നെ ഫുൾ പ്രൊമോഷൻ ആയതുകൊണ്ട് അതിന്റെ ഒരു പ്രസക്തി കുറഞ്ഞു എന്നല്ലാതെ KER പ്രകാരം നിർബന്ധമായും ഒരു വിദ്യാലയത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു രജിസ്റ്ററാണ് മാർക്ക് രജിസ്റ്റർ. അത് എങ്ങനെ സൂക്ഷിക്കണം പറഞ്ഞിട്ടുണ്ട്. ലോക്ക് ആൻഡ് കീ, അതിൽ അണ്ടർ ലോക്ക് ആൻഡ് കീയിൽ സൂക്ഷിക്കേണ്ട ഒരു രജിസ്റ്റർ കൂട്ടത്തിൽ പറഞ്ഞതാണ് മാർക്ക് രജിസ്റ്റർ. സ്കോളർഷിപ്പിനൊക്കെ ആവശ്യമല്ലേ? അതിന് പ്രൊമോഷൻ ലിസ്റ്റ് ഉണ്ടാവുമല്ലോ. പ്രൊമോഷൻ ലിസ്റ്റ് അല്ലല്ലോ പറഞ്ഞത്, മാർക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനം. ഈ മാർക്ക് രജിസ്റ്ററിൽ നിന്നാണ് എന്തുണ്ടാവേണ്ടത്? പ്രൊമോഷൻ ലിസ്റ്റ് ഉണ്ടാവേണ്ടത്. മാർക്ക് രജിസ്റ്ററിൽ നിന്നാണ് പ്രൊമോഷൻ ലിസ്റ്റ് ഉണ്ടാവേണ്ടത്. പ്രൊമോഷൻ ലിസ്റ്റിന്റെ കോപ്പി എടുത്താൽ പോരാ, അതന്നല്ലേ മാർക്ക് ലിസ്റ്റ്? അല്ല, അതല്ലേ. ഈ മാർക്ക് രജിസ്റ്ററിൽ നിങ്ങള് പിന്നെ ഹാഫ് ഇയർലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, അതുപോലെ തന്നെ ആനുവൽ, അതേപോലെ സ്കൂളില് ഇടയ്ക്കിടെ നടത്തുന്ന മന്ത്ലി ടെസ്റ്റുകൾ ഉൾപ്പെടെ കാണിക്കുന്ന രജിസ്റ്ററാണ് എന്ത് മാർക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്. സാർ അത് ക്ലാസ് ടീച്ചേഴ്സ് സൂക്ഷിക്കുന്നതാണ്. ക്ലാസ് ടീച്ചേഴ്സ് അത് വെച്ചിട്ടല്ലേ പ്രൊമോഷൻ ലിസ്റ്റ് ഉണ്ടാക്കുക? അത് വെച്ചല്ലേ പ്രൊമോഷൻ ലിസ്റ്റ് ഉണ്ടാക്കുക? മാർക്ക് രജിസ്റ്റർ എഴുതി സൂക്ഷിക്കേണ്ട ചുമതല ആർക്കാണ്? ഹെഡ് മാസ്റ്റർക്കാണ്. മാർക്ക് രജിസ്റ്റർ എഴുതി സൂക്ഷിക്കേണ്ട ചുമതല ഹെഡ് മാസ്റ്റർക്കാണ്. പക്ഷെ ഹെഡ് മാസ്റ്റർ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റില്ല, എല്ലാ ഡിവിഷന്റെയും ഉണ്ടാക്കാൻ പറ്റില്ല. ഏതൊരു ജോലിയും, സ്കൂൾ സംബന്ധമായ ഏതൊരു ജോലിയും അധ്യാപകർക്ക് വീതിച്ചു നൽകാമെന്നുള്ളത് കൊണ്ട് മാർക്ക് രജിസ്റ്റർ ഓരോ ക്ലാസ് ടീച്ചറെയും ഏൽപ്പിക്കാം രേഖപ്പെടുത്താൻ വേണ്ടി. നമ്മൾ പ്രത്യേകിച്ച് സ്ട്രെയിൻ ഒന്നും എടുക്കണ്ട. അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫ് LSS USS, LSS USS പരീക്ഷകൾക്കിരിക്കുന്ന കുട്ടികളുടെ പേര് വിവരങ്ങൾ, അതിൽ ആർക്കൊക്കെ LSS USS അവാർഡ് ചെയ്തിട്ടുണ്ട്, അവർക്ക് റെമ്യൂണറേഷൻ കിട്ടുന്നതിന്റെ സ്ഥിതി എന്താണ്, ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കാവുന്ന സ്കൂളിൽ ആവശ്യമുള്ള ഒരു രേഖയാണത്. സ്കോളർഷിപ്പ് രജിസ്റ്റർ എന്ന് പറയില്ല, LSS USS അതുപോലെ എല്ലാം കൂടെ ഒന്നിച്ച് വേണ്ടെന്നുള്ളത് കൊണ്ടാണ് ഈ LSS USS വർഷാവർഷം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചത്, അതാണ് ചോദിച്ചത്. അത് വർഷാവർഷം രേഖപ്പെടുത്തുകൊണ്ട് ഒറ്റ ബുക്കായി കഴിഞ്ഞാൽ നല്ലതാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഒരു 5 വർഷം മുമ്പേ ഉള്ള LSS USSന്റെ സ്ഥിതി വിവര കണക്ക്, അതല്ല ആരെങ്കിലും ഒന്ന് വിവരാവകാശം ചോദിച്ചാൽ നമുക്ക് വളരെ വേഗത്തിൽ എടുത്തു കൊടുക്കാം. രജിസ്റ്റർ ഓഫ് വിദ്യാരംഗം കലാസാഹിത്യവേദി നിർബന്ധമായും വേണം എന്നില്ല. വിദ്യാരംഗം സ്കൂൾ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നെ എന്താ പറയാ, അതുമായി ബന്ധപ്പെട്ട രേഖകൾ സൂക്ഷിക്കണം. രജിസ്റ്റർ ഓഫ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ആവശ്യമുള്ളതാണ്, നിർബന്ധമായി ഒരു സ്കൂളിൽ ഉണ്ടാവണം. പ്രോഗ്രസ് കാർഡ് നിർബന്ധമാണ്. കൺസോളിഡേറ്റഡ് അറ്റൻഡൻസ് രജിസ്റ്റർ, കൺസോളിഡേറ്റഡ് അറ്റൻഡൻസ് രജിസ്റ്റർ വെക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താണ്, ഇപ്പോ മാർച്ച് മാസം അവസാനിക്കുന്നു, മെയ് മാസം മുതൽ നമ്മൾ TC കൊടുക്കാൻ തുടങ്ങും. ഓരോ കുട്ടിക്കും ഓരോ വർഷം നമ്മുടെ എത്ര വർക്കിന്റെ, ഈ വർക്കിംഗ് ഡേയിൽ എത്ര ദിവസം കുട്ടി പ്രസന്റ് ആയിരുന്നു എന്ന് TCയിലൊരു ചോദ്യമുണ്ട്. അപ്പോ അത് നമുക്ക് എളുപ്പത്തിൽ പ്രധാന അധ്യാപകർക്ക് പെട്ടെന്ന് TC കൊടുക്കണമെങ്കിൽ എന്താണ്, കുട്ടികളുടെ അറ്റൻഡൻസ് അറിയണം. അപ്പൊ അതൊരു രജിസ്റ്ററിൽ കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ, അതേപോലെ ചിലപ്പോൾ ഇടയിലുള്ള ക്ലാസ് ഒന്ന് ഇടയ്ക്ക് വിട്ടുപോകും. അപ്പൊ പ്രധാന അധ്യാപകൻ TC കൊടുക്കുമ്പോൾ എന്താണ്, ഓരോ മാസത്തേതും എണ്ണിക്കൂട്ടാൻ പ്രയാസമാണ്. അപ്പൊ എന്താണ്, എല്ലാ മാസവും ജൂൺ മാസം, ജൂൺ 1-ാം തീയതി സ്കൂൾ ആരംഭിച്ചു, ജൂൺ 30-ാം തീയതി ആ മാസത്തെ പട്ടിക നമ്മൾ സ്കൂളിൽ ടോട്ടൽ ചെയ്യും, പെർസെൻറ്റേജ് ഒക്കെ കാണിക്കും. അപ്പം തന്നെ എന്ത് ചെയ്യണം, കൺസോൾട്ടേറ്റഡ് അറ്റൻഡൻസ് രജിസ്റ്റർ ടീച്ചേഴ്സിന്റെ ഇടയിലേക്ക് കൊടുക്കുന്നു. അവര് ജൂൺ മാസത്തിലെ ഓരോ കുട്ടിയുടെയും അറ്റൻഡൻസ് അവര് പട്ടികയിൽ രേഖപ്പെടുത്തിയത് ഇതിലേക്ക് എടുത്തെഴുതുന്നു. ജൂലൈയിലും ഇങ്ങനെ കൊടുക്കുന്നു.
അങ്ങനെ പ്രോഗ്രസീവ്ലി എവിടെ എത്തും? മാർച്ച് എത്തും. മാർച്ച് മാസം മൊത്തം അറ്റൻഡൻസ് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഇടയിൽ ഒരു ജനുവരിയിൽ ഒരു കുട്ടി ടി സി വാങ്ങിച്ചു പോകുന്നു. ജനുവരിയിൽ ടി സി വാങ്ങിച്ചു പോകുമ്പോൾ പ്രധാന അധ്യാപകൻ ജൂൺ മുതൽ കുട്ടികളുടെ അറ്റൻഡൻസ് കൂട്ടേണ്ടതില്ല. എന്നാൽ ഒരാൾ കൺസോൾട്ടേറ്റഡ് അറ്റൻഡൻസ്, എൻ്റെ സ്കൂളിലെ രജിസ്റ്ററുകളുടെ എണ്ണം കുറയ്ക്കണം, അതുകൊണ്ട് കൺസോൾട്ടേറ്റഡ് അറ്റൻഡൻസ് രജിസ്റ്റർ വേണ്ട എന്ന് വെച്ചാൽ അതെന്താ നിങ്ങളുടെ സ്കൂളില്ലാത്തതെന്ന് ആരും ചോദിക്കൂല. ഫ്രീ സപ്ലൈ ഓഫ് യൂണിഫോം വേണ്ടതാണ്. രജിസ്റ്റർ ഓഫ് ഷോയിങ് റീ അഡ്മിറ്റഡ് പീപ്പിൾസ് പലപ്പോഴും ചോദിക്കാറുള്ളത് കൊണ്ട്, സ്ഥിതിവിവര കണക്കുകൾ ചോദിക്കാറുണ്ട്. റീ അഡ്മിറ്റഡ് പീപ്പിളുടെ കണക്കുകൾ ഇടയ്ക്കിടെ ഓരോ വ്യത്യസ്ത വർഷങ്ങളിലേത് ചോദിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ട് എന്താണ്, റീ അഡ്മിറ്റഡ് പീപ്പിൾസിന്റെ ലിസ്റ്റ് വെക്കാം, ഇനി വേണ്ടെങ്കിൽ വെക്കാതിരിക്കുകയും ചെയ്യാം. രജിസ്റ്റർ ഓഫ് ക്ലബ് ആക്ടിവിറ്റീസ്, സ്കൂൾ പ്രവർത്തനങ്ങളുടെ എന്താണ് ഒരു വിരൽ ചൂണ്ടിയാണ് ക്ലബ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ. അത് നിർബന്ധമായും മെയിൻറ്റെയിൻ ചെയ്യണം. ഏതൊരു ഓഫീസർ വന്നു കഴിഞ്ഞാലും സ്കൂളിലെ മൊത്തം പ്രവർത്തനങ്ങളെ കുറിച്ച് ഈ രജിസ്റ്റർ കാണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിലയിരുത്താൻ കഴിയും. സ്റ്റാറ്റ്യൂട്ടറായി വെക്കേണ്ട മറ്റൊരു രജിസ്റ്ററാണ് പണിഷ്മെന്റ് രജിസ്റ്റർ ഓഫ് പ്യൂപ്പിൾസ്. നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എളുപ്പത്തിന് വേണ്ടി വെക്കേണ്ടതാണ് രജിസ്റ്റർ ഓഫ് ഡിഫറൻറ്റ് ഏബിൾഡ് പീപ്പിൾസ്. നിർബന്ധമൊന്നുമില്ല വെക്കണമെന്ന്. അത് നിങ്ങളുടെ സ്കൂളില്ലാത്തതുകൊണ്ട് എന്താണ് അത് വെക്കാത്തതെന്നൊന്നും ചോദിക്കില്ല. കാരണം എവിടെയും സ്റ്റാറ്റ്യൂട്ടറിയായി വെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പണിഷ്മെന്റ് രജിസ്റ്റർ എന്താ? അത് കുട്ടികളുടെ കുട്ടികളെ സസ്പെൻഡ് ചെയ്യുകയോ കുട്ടികളെ സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയോ ചെയ്താൽ രേഖപ്പെടുത്തേണ്ടുന്ന രജിസ്റ്ററാണിത്. ഇത്രയാണ്. അപ്പൊ കുട്ടികളുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും രജിസ്റ്റർ ഉണ്ടോ നമ്മൾ വിട്ടുപോയത്? കുട്ടികളെ NCC, JRC, SPC അങ്ങനെയുള്ള ലിസ്റ്റ് ഉണ്ടാവും. എന്താ പറയാ, ക്ലബ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ പോരാ, അതല്ലേ വരില്ല. അത് അല്ലല്ലോ സാർ, അത് ക്ലബ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? NCCക്ക് പ്രത്യേകം അല്ലേ? NCC, SPC അങ്ങനെയുള്ള അതർ ആക്ടിവിറ്റി പ്രത്യേകം. കുട്ടികളുടെ ലിസ്റ്റ്. റിമൂവൽ രജിസ്റ്റർ പറഞ്ഞിട്ടുണ്ടല്ലോ. റിമൂവൽ രജിസ്റ്റർ വളരെ നിർബന്ധമാണ്. പലപ്പോഴും സൂപ്പർ ചെക്ക് ഓഫീസർമാരെ സ്കൂളിലേക്ക് വരുമ്പോൾ നമ്മളോട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഒന്ന് മ്യൂട്ടാവും. സാറേ, ഈ രജിസ്റ്റർ ഒക്കെ LP, UP, ഹൈസ്കൂളിനൊക്കെ കോമണാ? എല്ലാ രജിസ്റ്ററും എല്ലാവർക്കും വേണം? എല്ലാ രജിസ്റ്ററും എല്ലാവർക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്താണ്, ചില രജിസ്റ്ററുകളൊക്കെ നമുക്ക് വേണ്ടെന്ന് വെക്കാം. ഇപ്പൊ രജിസ്റ്റർ ഓഫ് ഡിഫറൻറ്റ് ഏബിൾഡ് പീപ്പിൾസ് ആവശ്യമില്ല. അയ്യോ, ആയാലും ഹൈസ്കൂൾ ആയാലും UP ആയാലും ഒക്കെ എല്ലാം വേണമെന്നാ സാർ പറഞ്ഞ? എങ്ങനെയല്ല, ഇപ്പൊ ഇതിൽ പറഞ്ഞ ഏത് രജിസ്റ്ററുകളും ഒരു വിദ്യാലയത്തിൽ ആവശ്യമല്ലേ. ഇപ്പൊ NCC അത് ഹൈസ്കൂളിൽ മാത്രമേ ഉണ്ടാവൂ. അതുപോലെ LSS, USS ഒക്കെ ഉണ്ടല്ലോ. സാറേ, ഈ സമ്പൂർണ്ണ TC ആണല്ലോ ഇപ്പോ. അപ്പൊ പിന്നെ ഈ എന്താ പറയാ, കൗണ്ടർ ഫോയിൽ ഓഫ് TCക്ക് പ്രസക്തി ഉണ്ടോ? നിർബന്ധമായി വെച്ചിരിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. രജിസ്റ്റർ ആയിട്ട് വെക്കണം അല്ലേ? കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രീ കമ്പ്യൂട്ടേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിസ്റ്റ് വേണ്ടേ? വേണം വേണം വേണം. അതൊക്കെ സ്റ്റോക്ക് രജിസ്റ്ററിൽ പെടില്ലേ സാറേ? ഇങ്ങനെ സ്റ്റോക്ക് രജിസ്റ്ററിൽ പെടില്ലേ ഫ്രീ കമ്പ്യൂട്ടറിന്റെ ഒക്കെ കണക്കുകൾ? സ്റ്റോക്ക് രജിസ്റ്ററിൽ മതി. അത് നമ്മൾ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിന്റെ സ്റ്റോക്ക് രജിസ്റ്റർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡ്മിനിസ്ട്രേഷൻ
ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ. സ്റ്റാഫ് അറ്റൻഡൻസ് രജിസ്റ്റർ, സർവീസ് ബുക്സ്, രജിസ്റ്റർ ഓഫ് സർവീസ് ബുക്സ്, മെമ്മോ ബുക്ക്, ലോഗ് ബുക്ക്, സൂപ്പർവിഷൻ ഡയറി, ഫാക്ച്വൽ ഡയറി, രജിസ്റ്റർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്സ്, ടീച്ചിങ് മാനുവൽ വാച്ച് രജിസ്റ്റർ, ഇൻക്രിമെന്റ് രജിസ്റ്റർ നേരത്തെ പറഞ്ഞതാണ്, ലോക്കൽ ഡെലിവറി ബുക്ക്, മിനിറ്റ്സ് ഓഫ് PTA, മിനിറ്റ്സ് ഓഫ് MPTA, മിനിറ്റ്സ് ഓഫ് ക്ലാസ് PTA, മിനിറ്റ്സ് ഓഫ് സ്റ്റാഫ് കൗൺസിൽ, മിനിറ്റ്സ് ഓഫ് SSG, മിനിറ്റ്സ് ഓഫ് SRG, etc. Casual leave register, register of duty leave, register of leave other than casual leave, register of in-service courses, audit objection register, movement register, inward register, outward register, register of extract of admission register, pre-KER register, register of land and building, stock register of teaching appliance, stock register of furniture, stock register of office stores, stock register of library books, stock register of games article, stock register of laboratory equipments, stock register of audio visual aids, stock register of materials and finished product of craft, inspection book, visitors diary, register of extra works, timetable register and year plan, staff fixation file, professional tax register, income tax register, income tax file, issue register of TDS certificates, issue register of pay certificate, seniority list, school Suraksha Samiti minutes, substitution workbook, stock register of reference book, register of temporary appointments, punishment register of teachers. ഇത്തരം രജിസ്റ്ററുകൾ നമ്മൾ സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി സൂക്ഷിക്കേണ്ടതാണ്. സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി സൂക്ഷിക്കേണ്ടത്. ഇതിലേതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, ഒഴിവാക്കേണ്ടതുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സാറേ, ടീച്ചിങ് മാനുവൽ മോണിറ്ററിംഗ് രജിസ്റ്റർ അല്ലേ? വാച്ച് രജിസ്റ്റർ ആണ്, മോണിറ്ററിംഗ് ആണ്? വാച്ച് ചെയ്യുന്ന ഇവർ കൃത്യമായിട്ട് ഇനി മോണിറ്ററിംഗ് ആയാലും കുഴപ്പമില്ല. pre-KER എന്താ? അതായത് നിങ്ങളുടെ സ്കൂള് 1959 മുമ്പേ ഉള്ളതാണെങ്കിൽ അന്ന് നിൽക്കുന്ന കെട്ടിടത്തിന്റെയും അക്കോമഡേഷന്റെയും വിവരങ്ങൾ അടങ്ങുന്നതാണ് pre-KER രജിസ്റ്റർ. ഈ അടുത്ത pre-KER രജിസ്റ്റർ ഈ അടുത്ത കാലത്ത് ഒരു സംഭവം ഉണ്ടായി. ഒരു HM ചാർജ് എടുത്തു. അവര് സ്കൂള് 1959. അപ്പോ അവര് സ്കൂളൊക്കെ വൃത്തിയാക്കുന്നതിന്റെ ഇടയില് ഒരു പൊടിഞ്ഞ രജിസ്റ്റർ കണ്ടു. ഓ, ഇതൊന്നും ആവശ്യമില്ല, പഴയ 1959 മുമ്പുള്ള 1940-41 കാര്യങ്ങളൊക്കെ ഉള്ളൊരു പുസ്തകമാണ്, ഇതെന്തിനാന്ന് കളഞ്ഞു. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു രജിസ്റ്റർ ആയിരുന്നു എന്നുള്ളത്. pre-KER രജിസ്റ്റർ. അപ്പോൾ സ്റ്റാഫ് അറ്റൻഡൻസ് രജിസ്റ്റർ നിർബന്ധമാണ്. സർവീസ് ബുക്ക്, രജിസ്റ്റർ ഓഫ് സർവീസ് ബുക്ക്, മെമ്മോ ബുക്ക്, ലോഗ് ബുക്ക്, ഇതൊക്കെ നിർബന്ധമായും സ്കൂൾ വേണ്ടതാണ്. സൂപ്പർവിഷൻ ഡയറി വേണം, ഫാക്ച്വൽ ഡയറി വേണം. രജിസ്റ്റർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ആവശ്യമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം എന്ന് പറഞ്ഞാൽ. പക്ഷെ രജിസ്റ്റർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ ജീവനക്കാരുടെ പേര് വിവരങ്ങൾ അടങ്ങുന്നതാണ് രജിസ്റ്റർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് തുടങ്ങി ഏതെങ്കിലും ഒരു ഡീറ്റെയിൽസ് ഒരു ടീച്ചറെ കൊണ്ട്, ഇപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്
എന്ത് വേണം? നമ്മുടെ സ്റ്റാഫിന്റെ വിവരങ്ങൾ വേണം. അപ്പൊ അതില് കോൺസ്റ്റിറ്റ്യുവൻസി ചോദിക്കും, അല്ലേ? അങ്ങനെ പല കാര്യങ്ങളും അതിലുണ്ടാവും. അപ്പൊ അതൊക്കെ ഉൾപ്പെടുന്ന ഒരു നമ്മുടെ വെക്കേഷൻ കാലത്തോ മറ്റോ സ്കൂളിൽ ഇരിക്കുമ്പോഴാണ് അധ്യാപകരുടെ ഒരു ലിസ്റ്റ് ചോദിക്കുന്നത് എങ്കിൽ ഒരു 50 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ 50 പേരെയും വിളിച്ചു നോക്കിയാലാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ വിവരം കിട്ടും. പക്ഷേ നമ്മൾ ഇതേപോലെ ഒരു രജിസ്റ്റർ ഉണ്ടാക്കി വെച്ചാൽ ആരെയും വിളിച്ചു നോക്കണ്ട, വേഗം എടുത്തിട്ട് അതിലുള്ള വിവരങ്ങൾ നോക്കി നമുക്ക് ഈ എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്റ്റർ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പം എവിടെയെങ്കിലും നിങ്ങളൊരു പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതുണ്ടോ, അത് ഏത് റൂൾ അനുസരിച്ചാന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഒരു വർക്ക് എളുപ്പമാവുന്നതിന് വേണ്ടി മാത്രമാണ് സൂക്ഷിക്കാൻ നിർബന്ധമില്ല. ടീച്ചിങ് മാനുവൽ അല്ലെങ്കിൽ ടീച്ചിങ് മാനുവൽ മോണിറ്ററിംഗ് രജിസ്റ്റർ നിർബന്ധമാണ്. ഇൻക്രിമെന്റ് രജിസ്റ്റർ നിർബന്ധമാണ്. ലോക്കൽ ഡെലിവറി ബുക്ക് നിർബന്ധമാണ്. മിനിറ്റ്സ് ഓഫ് PTA വേണ്ടേ? മിനിറ്റ്സ് ഓഫ് MPTA വേണ്ടേ? ക്ലാസ് PTA മിനിറ്റ്സ് വേണ്ടേ? സ്റ്റാഫ് കൗൺസിൽ മിനിറ്റ്സ് വേണ്ടേ? ക്ലാസ് PTA മിനിറ്റ്സ് ഒക്കെ സാറേ, ക്ലാസ് PTA ഒക്കെ ക്ലാസ് ടീച്ചറുടെ കയ്യിലുള്ളത് മതിയോ? അവര് അപ്പൊ ക്ലാസ് ടീച്ചറുടെ കയ്യിൽ മതി, പിന്നെ അല്ലാതെ HMന്റെ അടുത്ത് ഒരു മിനിറ്റ്സ് ഉണ്ടാവുമോ? ഇല്ല. പക്ഷെ എന്താണ്, ആ വർഷം അവസാനിക്കുമ്പം ഇതെല്ലാം കൂടെ ആരെ ഏൽപ്പിക്കണം? HMനെ ഏൽപ്പിക്കണം. അതെല്ലാം കൂടെ കെട്ടി ഭദ്രമായിട്ട് വേണം. ഈ ഫാക്ച്വൽ ഡയറി എന്താ സർ? അത് നമ്മൾ വിശദമായിട്ട് പറയും. AER അനുസരിച്ച് ഒരു സ്കൂളിൽ നിർബന്ധമായും ഉണ്ടാവേണ്ട ഒരു രജിസ്റ്ററാണ് ഫാക്ച്വൽ ഡയറി. അതിന്റെ ഉദ്ദേശവും അതിന്റെ ആവശ്യകതയൊക്കെ നമുക്ക് പിന്നീട് പറയാം. മീൻസ് ഓഫ് SSG, മീൻസ് ഓഫ് SRG. സാറേ ഒരു കാര്യം, ഈ പണിഷ്മെന്റ് രജിസ്റ്റർ ഉണ്ടല്ലോ സാറേ സ്കൂളിൽ സൂക്ഷിക്കാൻ. ആരുടെ പണിഷ്മെന്റ് രജിസ്റ്റർ? ആരുടെ? കുട്ടികളുടെ അതൊന്ന് ശരിക്കും ഒന്ന് വിശദമായിട്ട് പറയൂ സാറേ. ഇപ്പൊ കാരണം കുട്ടികൾ പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മള് ഒരു പണിഷ്മെന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ ഹൈസ്കൂൾ പ്രധാന അധ്യാപകർ മാത്രമേ കുട്ടികളെ പേരിൽ സസ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യാനോ അധികാരമുള്ളൂ. LP UP സ്കൂൾ അധ്യാപകർക്ക് പറ്റില്ല. LP UP സ്കൂളിൽ അങ്ങനെയുള്ള ഒരു കുട്ടി അത്തരത്തിലുള്ള ഒരു വികൃതി അല്ലെങ്കിൽ നമുക്ക് നടപടി എടുക്കേണ്ടുന്ന ഒരു കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ഓഫീസേഴ്സിന് റെക്കമെൻഡ് ചെയ്യാൻ മാത്രമേ പ്രധാന അധ്യാപകന് കഴിയൂ. അപ്പോൾ ഒരു കുട്ടിയെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടിയെ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതാണ്. അതിന്റെ മാതൃക ഞാൻ കാണിക്കും. ശരി സാറേ, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നൊന്ന് പറയാനായി അതൊന്ന് പറഞ്ഞാൽ മതി. പറയാം. കാഷ്വൽ ലീവ് രജിസ്റ്റർ, രജിസ്റ്റർ ഓഫ് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ്, രജിസ്റ്റർ ഓഫ് ലീവ് അതർ ദാൻ കാഷ്വൽ ലീവ്, ഇതൊക്കെ ആവശ്യമുള്ളതാണ്. രജിസ്റ്റർ ഓഫ് ഇൻ സർവീസ് കോഴ്സസ് വേണം. ഡ്യൂട്ടി ലീവ്, ഡ്യൂട്ടി സർട്ടിഫിക്കറ്റിന്റെ രജിസ്റ്റർ ഏതാ സാർ പറഞ്ഞത്? ഡ്യൂട്ടി ലീവ് രജിസ്റ്റർ. ആ ഡ്യൂട്ടി ലീവ് രജിസ്റ്റർ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി ലീവ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പറയട്ടെ അത് കൃത്യമായി ഫയൽ ചെയ്ത് വെക്കാനുള്ള ഒരു ഫയൽ ഉൾപ്പെടെയുള്ളതാണത്. രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും അതോടൊപ്പം അവര് നിങ്ങളുടെ മുമ്പേ ഹാജരാക്കിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ, OD ഡ്യൂട്ടി ലീവ് അനുവദിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ്, അതും കൂടെ ഒരു ഫയലിൽ ഭദ്രമായി സൂക്ഷിച്ചു വെക്കണം. സാറേ, ഈ ഫാക്ച്വൽ ഡയറി ആണോ ലോഗ് ബുക്ക്? രണ്ടാണ്. ഫാക്ച്വൽ ഡയറിയും ലോഗ് ബുക്കും രണ്ടാണ്. അത് എഴുതേണ്ട വിധം ഞാൻ കാണിക്കും. സർ, ഡ്യൂട്ടി ലീവ് എടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാഫ് അറ്റൻഡൻസിൽ OD ചേർക്കണോ അതോ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിട്ട് സിഗ്നേച്ചർ ചെയ്യാൻ അവസരം കൊടുക്കണം? അത് ശരി. ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് കൈപ്പറ്റി സിഗ്നേച്ചർ രേഖപ്പെടുത്താൻ പാടില്ല. അയാള് ഞങ്ങളുടെ സ്കൂള് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തെ കൊണ്ട് സൈൻ ചെയ്യിക്കുന്നത്. അയാൾ നമ്മുടെ സ്കൂളിൽ വരാതെ നേരെ മറ്റൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്ത് അവിടുന്ന് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റുമായി വരുമ്പോൾ നമ്മളിവിടെ OD മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. OD റെറ്റിംഗിൽ മാർക്ക് ചെയ്യണം. അതെ.
സാറേ ഇന്നിപ്പോ എനിക്കൊരു ചെക്ക് ബുക്ക് കഴിഞ്ഞിട്ടേ ചെക്ക് ബുക്ക് വരുത്തി ബാങ്കിൽ നിന്ന്. ഇതിൽ ഈ പറഞ്ഞ ഏത് രജിസ്റ്ററിലാണ് അത് രേഖപ്പെടുത്തി വെക്കുക? നമ്മുടെ സ്കൂളിലേക്ക് നിങ്ങളുടെ സ്കൂളിലേക്ക് ഒരു ചെക്ക് ബുക്ക് കിട്ടി, അപ്ലൈ ചെയ്തിട്ട് തന്നു, നിങ്ങൾക്ക് പോസ്റ്റൽ വഴി വന്നു. അപ്പൊ അവിടെ നിങ്ങളുടെ സ്കൂളിൽ സൂക്ഷിക്കേണ്ട ഇൻവേർഡ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. ഇന്നെടുത്തുനിന്ന് ഇന്ന സാധനം വന്നു. നമുക്ക് വരുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻസും രേഖപ്പെടുത്തേണ്ടതാണ് എവിടെ? യെസ്. ഇനി അതുകൂടാതെ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് എന്താണ് ഒരു ചെക്ക് കിട്ടി, അതുമായി ബന്ധപ്പെട്ട ഒരു ചെക്ക് രജിസ്റ്റർ നമ്മൾ വെക്കണം. ഇന്ന ബാങ്കിൽ നിന്ന് ഇത്ര നമ്പർ അക്കൗണ്ടിലുള്ള ചെക്ക് ബുക്ക് വന്നു, അതിൽ ഇത്ര ലീഫ് ഉണ്ട്, ലീഫിന്റെ പിന്നെ സീരിയൽ നമ്പർ ഇത്ര മുതൽ ഇത്ര വരെയാണ് എന്നവിടെ രേഖപ്പെടുത്തി വെക്കണം. ആദ്യം നമുക്ക് കത്ത് കിട്ടിയത് ഇൻവാർഡ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തി, അതിനുശേഷം എന്ത് ചെയ്യുന്നു? കിട്ടിയതോ അത് മനസ്സിലായില്ല. കത്ത് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു. പോസ്റ്റൽ വഴി നിങ്ങൾക്കൊരു ലെറ്റർ വന്നോ? ഇല്ല, ലെറ്റർ അല്ല വന്നത്, ചെക്ക് ബുക്കാ വന്നത്. യെസ്, ഒരു കവറിലിട്ട് പോസ്റ്റൽ വഴി ഒരു രേഖ വന്നില്ലേ? വന്നു. അതാണ് ഇത്രാം തീയതി ബൈ പോസ്റ്റ് ഇന്ന സാധനം സ്കൂളിൽ വന്നു. അതിന്റെ ഡീറ്റെയിൽസ് റിമാർക്സ് കോഡ് ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഏത് ഫയലിലാണ് അല്ലെങ്കിൽ ഏത് രജിസ്റ്ററിലാണെന്നുള്ളത് അതിന്റെ റിമാർക്സ് കോളത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. എന്താ ഇതുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ എന്തായിരിക്കും? ഇൻവാർഡ് രജിസ്റ്റർ അല്ല, ഇൻവാർഡ് രജിസ്റ്ററിൽ നമ്മൾ എഴുതി വെക്കുന്നു എന്ത്? ഇത്രാം തീയതി ഇന്ന ബാങ്കിൽ നിന്ന് ഇന്ന ഒരു ചെക്ക് ബുക്ക് വന്നു. എന്നിട്ടോ ഇനി ഇത് എന്ത് ചെയ്തു എന്നൊരു ചോദ്യമില്ലേ? ഇതെങ്ങനെ ഡിസ്പോസ് ചെയ്തു? ഇൻവാർഡ് രജിസ്റ്റർ ഫോം ഞാൻ പരിചയപ്പെടുത്തും, അപ്പൊ മനസ്സിലാവും. ഈ സാധനം ഇങ്ങനെ വന്ന ഇത് എങ്ങനെ ഡിസ്പോസ് ചെയ്തു? അതെന്താണ്? ഒരു ചെക്ക് രജിസ്റ്റർ ഉണ്ടാകും. ഒരു സ്കൂളില് ചെക്ക് ബുക്ക് വന്നാൽ നിർബന്ധമായും ഒരു ചെക്ക് രജിസ്റ്റർ സൂക്ഷിക്കണം. എന്താ? ഇന്ന ബാങ്കിന്റെ ഇത്രാം അക്കൗണ്ട് നമ്പറുള്ള ഇത്ര ലീഫുള്ള ചെക്ക്, അതിന്റെ സീരിയൽ നമ്പർ ഇത്ര മുതൽ ഇത്ര വരെയാണ്. ഇന്ന ഡേറ്റിൽ സ്വീകരിച്ചു. അതെ, ഇന്ന ഡേറ്റിൽ സ്വീകരിച്ചു. ആ രജിസ്റ്ററിന്റെ പേര് എവിടെ എഴുതിയാൽ മതി? ഇതിന്റെ റിമാർക്സ് കോളത്തിൽ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഹൗ ഡിസ്പോസ്ഡ് എന്നുള്ള ഇടത്തിൽ എഴുതിയാൽ മതി. അപ്പോൾ മൂവ്മെന്റ് രജിസ്റ്റർ വേണം, ഇൻവാർഡ് രജിസ്റ്റർ വേണം, ഔട്ട്വേർഡ് രജിസ്റ്റർ വേണം, രജിസ്റ്റർ ഓഫ് എക്സ്ട്രാക്ട് ഓഫ് അഡ്മിഷൻ രജിസ്റ്റർ, പ്രീ കെയർ രജിസ്റ്റർ, രജിസ്റ്റർ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആവശ്യമില്ല, നിർബന്ധമില്ല, വെച്ചാൽ നല്ലതെന്ന്. സ്റ്റോക്ക് രജിസ്റ്റർ ഓഫ് ടീച്ചിങ് അപ്ലയൻസ്, സ്റ്റോക്ക് രജിസ്റ്റർ ഓഫ് ഫർണിച്ചർ, സ്റ്റോക്ക് രജിസ്റ്റർ ഓഫ് ഓഫീസേഴ്സ്, സ്റ്റോക്ക് രജിസ്റ്റർ ഓഫ് ലൈബ്രറി ബുക്സ്, സ്റ്റോക്ക് രജിസ്റ്റർ ഓഫ് games articles, stock register of laboratory equipments, stock register of audio visual aids, stock register of materials and finished product of craft. ഈ പറഞ്ഞ സ്റ്റോക്ക് രജിസ്റ്റർ ഒന്നും ഹെഡ് മാഷ് സൂക്ഷിക്കണമെന്നില്ല. ഇതിന്റെ ഒക്കെ ചുമതലക്കാരുണ്ട്, അവരെ ഏൽപ്പിച്ചാൽ മതി. അത് ഏൽപ്പിക്കേണ്ട ഡ്യൂട്ടി മാത്രമേ ഹെഡ് മാഷ്ക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വിചാരിക്കേണ്ട അയ്യോ ഇത്രയും രജിസ്റ്റർ എങ്ങനെ എഴുതും? ഇതിൽ വളരെ അപൂർവം മാത്രമേ ഹെഡ് മാഷ്ക്ക് ദൈനംദിനം കൈകാര്യം ചെയ്യേണ്ടതുള്ളൂ. അഡ്മിഷൻ രജിസ്റ്റർ, TC രജിസ്റ്റർ, ഈ പറഞ്ഞതൊക്കെ രജിസ്റ്റർ. സ്റ്റോക്ക് രജിസ്റ്റർ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഓഫ് ക്രാഫ്റ്റ്സ് എന്നൊക്കെ പറയുമ്പോഴേ അതെന്താ ഉദ്ദേശിക്കുന്നത്? ക്രാഫ്റ്റിന്റെ ടീച്ചേഴ്സ് സ്കൂളിൽ ഉണ്ടെങ്കിൽ അവര് പിന്നെന്താ അവരുടെ പ്രവർത്തനങ്ങൾ നടത്താൻ വാങ്ങിയ മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ്, അവരുണ്ടാക്കുന്ന പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് അത് രേഖപ്പെടുത്തി വെക്കാൻ വളരെ വളരെ നാളുകൾക്ക് മുമ്പേ ഉള്ള ഒരു രജിസ്റ്ററാണ് അത്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ രജിസ്റ്ററോ?
ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ ഇത്ര സെന്റ് സ്ഥലം ഉണ്ടല്ലോ. അല്ലതിപ്പോ ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ അത് വേണോ? ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ നിർബന്ധമായിട്ട് വേണം. അതിപ്പോ എവിടെ ഉണ്ടാവും ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്ര സെന്റ് സ്ഥലം എന്നുള്ള? അത് സാധാരണഗതിയിൽ ഒരു സ്കൂൾ വേണ്ടതാണ്. ഞങ്ങളുടെ സ്കൂളിൽ മാഷെ ഓഫീസിലുള്ള ഒരു ബോർഡിന്റെ മുകളിൽ കൃത്യമായിട്ടൊരു രേഖ എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് നോക്കി പറഞ്ഞു കൊടുക്കും. രജിസ്റ്റർ ആയിട്ടൊന്നുമില്ല. അത് രജിസ്റ്റർ ആയിട്ടാണ് എഴുതി വെച്ചാൽ നല്ലത്. ലാൻഡിന്റെ ഇല്ല, നമ്മുടെ ബിൽഡിങ്ങിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ലാൻഡിന്റെ ഒന്നും അവിടെ കണ്ടിട്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഏത് സർവേയിൽ ഏത് റീസർവേയിൽ ഉൾപ്പെട്ടത് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് ആ രജിസ്റ്റർ. ആ മാഷെ 2 മാസത്തെ മുന്നേ ഈ സ്കൂളിന്റെ മൊത്ത സ്ഥലം എത്ര ഏക്കറാണ്, എത്ര സെന്റ് ഉണ്ട്, അതിന്റെ തെക്ക് വടക്ക് വശങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത്. ശരി. ഇൻസ്പെക്ഷൻ ബുക്ക്, വിസിറ്റേഴ്സ് ഡയറി, രജിസ്റ്റർ ഓഫ് എക്സ്ട്രാ വർക്ക്സ്. സർ, ഈ സാധനങ്ങളെ ലിസ്റ്റിന്റെ കൂട്ടത്തില് ലാബിലെ സാധനങ്ങളൊക്കെ, സയൻസ് ലാബിലെ ലാബ് എക്യുപ്മെന്റ്സ് ഓരോന്നും വേണം. പിന്നെ അതുപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ കുട്ടികൾക്ക് വേണം. അത് ഞാൻ പറഞ്ഞു. പിന്നെ ടൈം ടേബിൾ രജിസ്റ്റർ ആൻഡ് ഇയർ പ്ലാൻ നിർബന്ധമാണ്. ടൈം ടേബിൾ രജിസ്റ്റർ ആൻഡ് ഇയർ പ്ലാൻ അത് ഓരോ വർഷം കഴിഞ്ഞാൽ എടുത്ത് കളയേണ്ടതുമല്ല. അത് പലപ്പോഴും ഏജിയുടെ ടെസ്റ്റ് ഓഡിറ്റിന് വിളിപ്പിക്കുന്ന ഒരു രേഖയാണ് ടൈം ടേബിൾ രജിസ്റ്റർ. എല്ലാ വർഷവും നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കും, ഒരു ഉറപ്പ്, ഒരു സംശയവും ഇല്ല. 4 ആളുടെ അടുത്താണെങ്കിൽ ഏജ് ചോദിക്കുമ്പോൾ നമുക്കൊരു 5 വർഷത്തെ ടൈം ടേബിൾ തയ്യാറാക്കി കൊടുക്കാം. 50ഉം 100ഉം പേരൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു ടൈം ടേബിൾ തയ്യാറാക്കണം എന്ന് പറഞ്ഞാൽ പ്രയാസമായിരിക്കും. അപ്പൊ എന്തായാലും ഒരു ടൈം ടേബിൾ ഏതായാലും സെറ്റ് ചെയ്യും. അപ്പൊ നിർബന്ധമായും അതിൻ്റെ ഒരു കോപ്പി അത് നമ്മുടെ ഒരു ഫയലിൽ ഉണ്ടാവണം. എപ്പോൾ ഏജിയുടെ ഓഡിറ്റ് ഉണ്ടാകുമ്പോഴും തൊട്ട് 5 വർഷം മുമ്പേ വരെയുള്ള ടൈം ടേബിൾ ചോദിക്കും. ഉറപ്പിച്ചോ? ക്ലാസ് ടൈം ടേബിളും ടീച്ചേഴ്സ് ടൈം ടേബിളും വേണം, രണ്ടും വേറെ ഉൾപ്പെടെയുള്ളതാണ് അത് ടൈം ടേബിൾ രജിസ്റ്റർ എന്ന് പറയുന്നത്. വിസിറ്റേഴ്സ് ഡയറി ഒരെണ്ണവേ ഉള്ളൂ. നമ്മുടെ സ്കൂളിലൊക്കെ SSAക്ക് വേറെ ഒരു SSA അത് നമ്മുടെ SSA റെക്കോർഡിൽ അത് നമ്മുടെ സെപ്പറേറ്റ് SSAയുടെ പ്രത്യേകമാണ്. സ്റ്റാഫ് ഫിക്സേഷൻ ഏജ് ചോദിക്കുമോ? അവരെ പരിശോധനയിൽ 15ഓളം രജിസ്റ്റർ ചോദിക്കാറുണ്ട്. അതിൽ ഒന്നാണ് ടൈം ടേബിൾ രജിസ്റ്റർ. ഇപ്പൊ സാറേ ഈ LP സ്കൂളിൽ സബ്സ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റർ ഞാനിത് പറയുന്നത് 1 മുതൽ 10 വരെയുള്ള സ്കൂളിനെ ഉദ്ദേശിച്ചാണ്. ഇനി 50 പേർ LP വിഭാഗത്തിൽ മാത്രമുള്ള സ്കൂളുകളുണ്ട്. അവിടെ നിർബന്ധമായിട്ടും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റർ വേണ്ടി വരും. ഇനി ഇൻകം ടാക്സ് രജിസ്റ്റർ, ഇൻകം ടാക്സ് ഫയൽ, ഇഷ്യൂ രജിസ്റ്റർ ഓഫ് TDS സർട്ടിഫിക്കറ്റ്സ്, ഇഷ്യൂ രജിസ്റ്റർ ഓഫ് പേ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വെക്കണം. ഇഷ്യൂ രജിസ്റ്റർ ഓഫ് പേ സർട്ടിഫിക്കറ്റ് ഇല്ലേ നമുക്ക് പാരയാവും. സീനിയോറിറ്റി ലിസ്റ്റ്, സ്കൂൾ സുരക്ഷാ സമിതി മിനിറ്റ്സ്, സബ്സ്റ്റിറ്റ്യൂഷൻ വർക്ക് ബുക്ക്, സ്റ്റോക്ക് രജിസ്റ്റർ ഓഫ് റെഫറൻസ് ബുക്ക്, രജിസ്റ്റർ ഓഫ് ടെമ്പററി അപ്പോയിന്റ്മെന്റ്സ്, പണിഷ്മെന്റ് രജിസ്റ്റർ ഓഫ് ടീച്ചേഴ്സ്. സർ, ആ പേ സർട്ടിഫിക്കറ്റിന്റെ ഒന്ന് പറയൂ, പേ രജിസ്റ്ററിന്റെ എങ്ങനെ ചുമ്പ കാണിച്ചില്ലേ? സാലറി സർട്ടിഫിക്കറ്റിന്റെ രജിസ്റ്റർ ഇഷ്യൂ രജിസ്റ്റർ ഓഫ് പേ സർട്ടിഫിക്കറ്റ് അത്രയാണ് പ്രധാനപ്പെട്ടതൊക്കെ തയ്യാറാക്കുന്ന മോഡൽ കാണിക്കും സർ. പിന്നെ അത് കാണിക്കും. ഇനി ഈ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അതിന്റെ കോളംസ് എന്തായിരിക്കും എന്ന് നമ്മളത് പരിചയപ്പെടും എന്ന് മാത്രമല്ല, അതിന് നമുക്കൊന്ന് ചിലത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നമ്മൾ വെക്കേണ്ടതാണ്. ഇപ്പൊ സീനിയോറിറ്റി ലിസ്റ്റ് അതിൽ നമുക്കൊരു കോളേജ് ചേർക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അതിന്റെ പ്രത്യേക ഫോം ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇഷ്യൂ രജിസ്റ്റർ ഓഫ് പേ സർട്ടിഫിക്കറ്റ് അങ്ങനെ അതിനൊരു ഫോം ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടില്ല. അത് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേണ്ട ഒരു സാധനമാണ്. അപ്പൊ അതിന്റെ
കോളങ്ങൾ എന്തൊക്കെ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അതിന് സർ ഗവൺമെന്റിന് പേബിൾ രജിസ്റ്റർ സർ ആണ് നമ്മളൊരു ഫോം 60 കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഇഷ്യൂ ചെയ്ത് വേണോ? വേണം. ഫോം 16 ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂ രജിസ്റ്റർ ഓഫ് TDS സർട്ടിഫിക്കറ്റ് എന്ന ഒരു രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വേണം കൊടുക്കാൻ. അതിന്റെ പ്രാധാന്യമൊക്കെ നമുക്ക് പറയാം. ശരി, അപ്പം ഇത്രയും രജിസ്റ്ററുകളാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, ഇതിലേതെങ്കിലും കൂട്ടാനുണ്ടോ, ഏതെങ്കിലും കുറയ്ക്കാനുണ്ടോ? സാറേ, സബ്സ്റ്റിറ്റ്യൂഷനും എക്സ്ട്രാ വർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടും നമ്മളെ സംബന്ധിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ രണ്ടും വർക്ക് എന്ന് ഒന്നാണ്. പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇപ്പൊ 5ാമത്തെ പീരീഡിൽ നിങ്ങൾ ഫ്രീ ആണ്, നിങ്ങളുടെ ക്ലാസ്സിൽ വേറൊരാളുണ്ട്. ശരി, മറ്റൊരു ടീച്ചറുടെ ലീവ് ഉണ്ട്, ആ ക്ലാസ്സിലേക്ക് നിങ്ങൾ പോകണം. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ വർക്ക് ബുക്ക്. എക്സ്ട്രാ വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? സ്കൂളിന്റെ എക്സ്ട്രാ ടൈമിൽ എടുക്കുന്നതല്ലേ? നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ കലോത്സവത്തിന്റെ ചുമതല ഒരു ടീച്ചറെ ഏൽപ്പിച്ചു. അത് ഈ പ്രാവശ്യം അവർക്ക് നൽകിയ എക്സ്ട്രാ വർക്കാണ്. ഈ പ്രാവശ്യത്തെ കലോത്സവത്തിന്റെ ചുമതല, ഈ പ്രാവശ്യത്തെ മറ്റേ ഇതിന്റെ എന്തായിരുന്നു, എക്സ്കർഷന്റെ ചുമതല, അത് ആർക്കാണോ അങ്ങനെ ഓരോരുത്തർക്കും അവരെ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി അത് രേഖപ്പെടുത്തുന്നതാണ് രജിസ്റ്റർ ഓഫ് അതർ ഡ്യൂട്ടി രജിസ്റ്റർ എന്ന് പറയണതാണ് അല്ലേ?